എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന കൺസെപ്റ്റിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫിഗർ 7.17 ഷോസ് ദി ക്രോസ് സെക്ഷൻ ഓഫ് എ കാസ്റ്റ് അയൺ ബീം ആൻഡ് ഡിറ്റർമിൻ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സെക്ഷൻ അബൌട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സസ് പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ഓഫ് ദി സെക്ഷൻ. സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ടായിരുന്നു. ഈ റെക്ടാങ്കുലർ സെക്ഷനിൽ നിന്നും നമ്മൾ രണ്ട് സെമി സർക്കുലർ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 50 mm റേഡിയസ് ഉള്ള രണ്ട് സെമി സർക്കുലർ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആൻഡ് സെൻട്രോയിഡൽ വൈ ആക്സസ് ആണ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ചോദ്യം. സോ നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഫിഗർ എന്ന് പറയുന്നത് എക്സ് ആക്സസിനും വൈ ആക്സസിനും അബൌട്ട് സിമെട്രിക്കൽ ആയിരിക്കും. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 150 ആണ് ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഡെപ്തിന്റെ പകുതിയിലാണ് നമ്മുടെ സെൻട്രോയിഡൽ എക്സ് വരുന്നത്. അതുപോലെ സെൻട്രോയിഡൽ വൈ എന്ന് പറയുന്നത് ടോട്ടൽ ബ്രെഡ്ത്ത്, അതായത് 120/260 നമ്മുടെ ടോട്ടൽ സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സസ് വരുന്നത്. പോർഷൻസ് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഈ മീറ്റിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ബേസിൽ നിന്നും ടോട്ടൽ ഡിസ്റ്റൻസ് 150 ആണ്. 150യുടെ പകുതി 75-ലായിരിക്കും നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് കാണപ്പെടുന്നത്. സോ ആ ഹൊറിസോണ്ടൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഈ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. ആ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം BdQ/12 ആണ് ആ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. സോ ബി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആക്സിസിന്റെ ഡയമെൻഷൻ. അത് എത്രയാണ്? 120 mm ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ, അതായത് 150 ആണ്. സോ 120 × 150^12 33.75 × 10⁻⁶ mm⁴ നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ സർക്കുലർ സെക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ടെങ്കിൽ ഒരു ഫുൾ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് πd⁴/64 അല്ലെങ്കിൽ π/4 r⁴ എന്ന് എഴുതാം. ഹാഫ് സർക്കിൾ ഇവിടെ വരുന്നുണ്ട്, ഹാഫ് സർക്കിൾ ഇവിടെയും വരുന്നുണ്ട്. സോ ഇത് രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും ടോട്ടൽ ആയിട്ട് വരുന്നത്. സോ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഒരു ടോട്ടൽ സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും വരുന്നത്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് π/4 r⁴ അല്ലെങ്കിൽ πd⁴/64 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ആ വാല്യൂ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം π/4 × റേഡിയസ് എന്ന് പറയുന്നത് 50 mm ആണ്. സോ അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 4.91 × 10⁻⁶ mm⁴ എന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റിസൾട്ടന്റ് സെക്ഷന്റെ, അതായത് ഒരു റെക്ടാങ്കുലർ പോർഷനിൽ നിന്നും രണ്ട് സെമി സർക്കുലർ പോർഷൻസ് കട്ട് ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് എങ്ങനെ കണ്ടുപിടിക്കാം? സോ അതിനായിട്ട് നമുക്കറിയാം, റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. രണ്ട് സെമി സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്നും സെമി സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രോയിഡൽ ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് ആയിരിക്കും. സോ അത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 33.75 × 10⁻⁶ ആണ് നമ്മുടെ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. അതിൽ നിന്നും ഈ ഒരു സെമി സർക്കിളിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 28.84 × 10⁻⁶ mm⁴ എന്ന് കിട്ടുന്നതാണ്. സോ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. അടുത്തതായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. ആ സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസിലുള്ള ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസിൽ ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുന്നു. BdQ/12 എന്ന് എടുക്കാം. അവിടെ കൺസിഡർ ചെയ്യേണ്ട ബി എന്ന് പറയുന്നത് ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് dBQ/12 എന്ന് വേണമെങ്കിൽ പഠിക്കാം. സോ ഈ എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഇൻറ്റു ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിന്റെ ക്യൂബ് /12 ആയിരിക്കും. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്നത് 150 ആണ്. 150 × ബി എന്ന് പറയുന്നത് 120 ക്യൂബ് /12. സോ 21.6 × 10⁻⁶ mm⁴ എന്ന് നമുക്ക് ഇതിന്റെ കിട്ടും. സോ ഇതൊരു റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ വൈ ആക്സിസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇറ്റ് ഈസ്
പൈ ആർ സ്ക്വയർ ബൈ 2 ഒരു സെമി സർക്കിളിന്റെ ഏരിയ ആണ്. ആ റേഡിയസ് 50 mm ആയതുകൊണ്ട് തന്നെ അതിന്റെ ഏരിയ 3927 mm സ്ക്വയറിന് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്കറിയാം ഈ ഒരു സെമി സർക്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ്. നമുക്കറിയാം ഈ ഒരു സെമി സർക്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസിൽ നിന്ന് 4r/3π വാല്യൂലായിരിക്കും. അതായത് 21.2 mm ഇവിടെ നിന്ന് 21.2 mm ഈ ആക്സിസിലായിരിക്കും സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ആ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 0.11 r⁴ എന്നാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r എന്ന് പറയുന്നത് 50 mm റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 687.5 × 10⁻³ mm⁴ എന്ന് കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. 4r/3π എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഇവിടെ നിന്നുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. Okay, the distance between the center of gravity of the semicircular section and the center of gravity of the whole section. Center of gravity of the whole section എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അതായത് 120/2 60 അതുപോലെ ഈ ഒരു സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4r/3π അതായത് 21.2 mm ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? അതായത് ഈ ഒരു ആക്സിസും ഈ ഒരു ആക്സിസും തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 60 - 21.2 that is 38.8 mm ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സെമി സർക്കുലർ പോർഷന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഹോൾ സെക്ഷൻ. ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഹോൾ സെക്ഷനിൽ അബൌട്ട് ആയിട്ട് ഈ ഒരു സെമി സർക്കിളിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ്. സോ അതിനായിട്ട് നമ്മൾ പാരലാക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. പാരലാക്സിസ് തിയറം അനുസരിച്ച് നമുക്കറിയാം ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് total centroidal y-axis will be moment of inertia about the centroidal axis of the semicircular portion plus area of the semicircle into the square of the distance between the axes. So Ig2 is the moment of inertia of the semicircular portion. Okay, that value you already found at 687.5 × 10⁻³ mm⁴. Okay, in the next area of the semicircle എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 3927 mm². അതേ ഇൻറ്റു h എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ആക്സിസ് ആണ്. ഓക്കെ, ആ വാല്യൂ 38.8 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സോ ടോട്ടൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 6.6 × 10⁻⁶ mm⁴ എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇത് നമ്മളിപ്പോൾ ഒരു സർക്കുലർ പോർഷനെ മാത്രമാണ് കണ്ടുപിടിച്ചത്. സോ ഇവിടെ നമുക്ക് വേറൊരു സർക്കുലർ പോർഷനോടുണ്ട്. രണ്ട് സെമി സർക്കിളിന്റെ കൂടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെമി സർക്കുലർ സെക്ഷൻ അബൌട്ട് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഹോൾ സെക്ഷൻ വിൽ ബി 2 × center of gravity of individual section. So 2 × 6.6 × 10⁻⁶ ആയിരിക്കും total moment of inertia of this two semicircle about the whole centroidal axis. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ ഒരു ടോട്ടൽ സെക്ഷൻ, അതായത് റെക്ടാങ്കുലറിൽ നിന്നും ഈ രണ്ട് സെമി സർക്കുലർ പോർഷൻസ് ഒഴിവാക്കിയിട്ടുള്ള സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ y ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. 21.6 × 10⁻⁶ mm⁴ മൈനസ് ഈ രണ്ട് സെമി സർക്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി ഹോൾ സെക്ഷൻ കുറയ്ക്കണം. അതായത് 13.2 × 10⁻⁶ ഈക്വൽ ടു 8.4 × 10⁻⁶ mm⁴. അതായിരിക്കും നമ്മുടെ ആൻസർ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഹോളോ സെക്ഷൻ ഷോൺ ഇൻ ദ ഫിഗർ 7.18 about an axis passing through the center of gravity or parallel to x axis. സോ ഒരു റെക്ടാങ്കുലർ സെക്ഷനിൽ നിന്നും ഒരു സർക്കുലർ സെക്ഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടന്റ് സെക്ഷന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. സോ റെക്ടാങ്കുലർ പോർഷന്റെ ഡയമെൻഷൻസ് 200 mm/300 mm ആണ്. അതിൽ നിന്ന് ഈ ഒരു ഫേസിൽ നിന്ന് 100 mm മാറിയിട്ടാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ വരുന്നത്. ആ സർക്കിളിന്റെ ഡയമീറ്റർ 150 mm എന്ന് തന്നിട്ടുണ്ട്. സോ അപ്പം നമുക്ക് ആദ്യത്തെ എയിം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. റെക്ടാങ്കിളിന്റെ ഏരിയ അറിയാം, അതുപോലെ y1 നമുക്കറിയാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെൻട്രലായിട്ടൊരു y ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രണ്ട് പോർഷനിലും സിമെട്രിക് ആയിരിക്കും. ബട്ട് ഒരു എക്സ് ആക്സിസിന് ഇത് സിമെട്രിക്കൽ ആയിരിക്കില്ല. സോ y ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ തന്നെ ആയിരിക്കും. അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡ്. ഈ ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ y ബാർ എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ നമുക്കറിയാം 300 × 200 ആയിരിക്കും റെക്ടാങ്കിളിന്റെ ഏരിയ. അതിന്റെ y1 എന്ന് പറയുന്നത് ഈ താഴെ ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ 300/2 150 mm ആയിരിക്കും നമ്മുടെ y1. 300/2 150 ആയിരിക്കും നമ്മുടെ y1. സോ നെക്സ്റ്റ് നമ്മൾ സർക്കുലർ പോർഷൻ എടുക്കുന്നു. സർക്കുലർ പോർഷന്റെ ഏരിയ നമുക്കറിയാം
π/4 d സ്ക്വയർ ആയിരിക്കും. സോ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സോ y2 എന്ന് പറയുന്നത് നമ്മൾ ഈ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ടോട്ടൽ ഡിസ്റ്റൻസ് 300 ആണ്. 300 മൈനസ് 100 ആയിരിക്കും നമ്മുടെ സെന്റർ ഫ്രം ദി ബേസ്. സോ ആ വാല്യൂ 300 മൈനസ് 100 ദാറ്റ് ഈസ് 200 mm എന്ന് കിട്ടുന്നതാണ്. സോ ഇത് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാണ്? a1y1 മൈനസ് a2y2 ഡിവൈഡ് ബൈ a1 മൈനസ് a2 ആണ്. കാരണം നമ്മളിവിടെ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഫൈനൽ വാല്യൂ ഓഫ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് 129.1 mm എന്ന് കിട്ടും. അതായത് നമ്മുടെ ബേസിൽ നിന്ന് 129.1 mm മുകളിലായിട്ടാണ് നമ്മുടെ ഈ റിസൾട്ടന്റ് സെക്ഷന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് കാണുന്നത്. സോ ആ സെൻട്രോയിഡൽ എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. സോ അതിനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സോ ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ എബൌട്ട് ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് ഈ ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ അതിന്റെ സെൻട്രോയിഡൽ ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. അതിനെ നമ്മൾ IG1 എന്ന് വിളിക്കുന്നു. സോ ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഇൻറ്റു പെർപെൻഡിക്കുലറിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ 12. സോ 200 ഇൻറ്റു 300 ക്യൂബ് ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 450 ഇൻറ്റു 10⁻⁶ mm⁴ ആയിരിക്കും നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റെക്ടാങ്കുലർ സെക്ഷൻ എബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. സോ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് നമുക്കറിയാം 150-ലായിരിക്കും. അതായത് 300/2-ലായിരിക്കും റെക്ടാങ്കുലർ പോർഷന്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ആ സെൻട്രോയിഡൽ ആക്സിസും ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് സെക്ഷനും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ബേസിൽ നിന്നും 129.1 mm-ലും റെക്ടാങ്കുലറിന്റെ 150 mm-ലും ആയിരിക്കും. സോ 150 മൈനസ് 129.1 mm നോക്കിക്കഴിഞ്ഞാൽ 20.9 mm ആയിരിക്കും നമ്മുടെ ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിഫറൻസ്. റിസൾട്ടന്റ് സെക്ഷന്റെ എക്സ് ആക്സിസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? റെക്ടാങ്കുലർ സെക്ഷന്റെ IG1 പ്ലസ് AH² ആയിരിക്കും. സോ IG1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കുലർ പോർഷൻ ഈസ് 200 ഇൻറ്റു 300 ഇൻറ്റു H എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. സോ 20.9 സ്ക്വയർ. ചെറിയ കറക്ഷൻ ഉണ്ട് ഇവിടെ. 20.9ന്റെ സ്ക്വയർ മാത്രമാണ്, ദ ഹോൾ സ്ക്വയർ അല്ല. സോ വാല്യൂ 476.21 ഇൻറ്റു 10⁻⁶ mm⁴ എന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു സർക്കുലർ പോർഷൻ കൺസിഡർ ചെയ്യുന്നു. ഈ സർക്കുലർ പോർഷന്റെ അതിന്റെ സെൻട്രോയിഡൽ ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? πd⁴/64 ആണെന്ന് നമുക്കറിയാം. സോ ആ വാല്യൂ വർക്ക്ഔട്ട് ചെയ്യുന്നു. πd⁴/64 24.85 ഇൻറ്റു 10⁻⁶ mm⁴ ആണെന്ന് കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സർക്കുലർ സെക്ഷൻ ആൻഡ് ദി റിസൾട്ടന്റ് എക്സ് ആക്സിസ്. സോ അതാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സർക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത് ബേസിൽ നിന്ന് എത്രയാണ്? 200 mm, അതായത് 300 മൈനസ് 100, ഇതാണ് അതിന്റെ സെന്റർ. 200 mm മാറിയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം റിസൾട്ടന്റ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ബേസിൽ നിന്ന് 129.1 mm ആണ്. സോ 200 മൈനസ് 129 we get 70.9 mm as the distance between this centroidal axis. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സർക്കുലർ സെക്ഷൻ എബൌട്ട് റിസൾട്ടന്റ് എക്സ് ആക്സിസ് വിൽ ബി IG2 പ്ലസ് AH². സോ IG2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഏരിയ ഓഫ് ദി സർക്കുലർ സെക്ഷൻ ഇൻറ്റു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രോയിഡൽ ആക്സിസ്. So that is 70.9 square. That value will be 113.67 into 10⁻⁶ mm⁴. സോ ഇപ്പം നമ്മൾ ചെയ്തത് ഈ ഒരു ടോട്ടൽ സെൻട്രോയിഡൽ ആക്സിസിൽ നമ്മൾ ഈ റെക്ടാങ്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു, അതുപോലെ സർക്കുലർ പോർഷന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഡിഫറൻസ് എടുക്കുക. അതായത് ഈ ടോട്ടൽ എക്സ് ആക്സിസിലുള്ള റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ നിന്ന് ഈ സർക്കുലർ സെക്ഷന്റെ എക്സ് ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ 476.21 ഇൻറ്റു 10⁻⁶ ഇത് റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടോട്ടൽ എക്സ് ആക്സിസ് ആണ്. അതിൽ നിന്നും ഈ ഒരു സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ ഹോൾ ഈസ് മെയ്ഡ് ഇൻ എ ട്രയാങ്കുലർ സെക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 7.19. Determine the moment of inertia of the section about a xx axis passing through its center of gravity and the base BC. സോ നമുക്കൊരു സെക്ഷൻ തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കുലർ സെക്ഷൻ ആണ്. ഈ ട്രയാങ്കുലർ സെക്ഷന്റെ സെൻട്രൽ നിന്ന് നമ്മളൊരു റെക്ടാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നു. ആ റെക്ടാങ്കുലർ പോർഷൻ ഡയമെൻഷൻ എത്രയാണ്? ഹൈറ്റ് 30 mm, അതുപോലെ വിഡ്ത്ത് 20 mm.
ഓക്കെ, ട്രയാങ്കുലർ പോർഷൻ്റെ ഡയമെൻഷൻസോ 100 mm, വിഡ്ത്ത് ടോട്ടൽ ഹൈറ്റ് എത്രയാണ് 90 mm. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് moment of inertia about an axis passing through the center of gravity and base BC. So BCയിൽ ഈ ഒരു റിസൾട്ടൻറ്റ് സെക്ഷൻ്റെ moment of inertia കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ റിസൾട്ടൻറ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് കണ്ടുപിടിക്കണം. ആ സെൻട്രോയിഡൽ എക്സ് ആക്സിസിൽ ഈ ഒരു സെക്ഷൻ്റെ moment of inertia കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു റിസൾട്ടൻറ്റ് സെക്ഷൻ്റെ, അതായത് ഒരു ട്രയാങ്കിളിൽ നിന്നും ഒരു റെക്ടാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്ന റിസൾട്ടൻറ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ അതിനായിട്ട് നമുക്കറിയാം ഈ ഒരു ആക്സിസിലായിരിക്കും അതിൻ്റെ, ഈ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഈ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡ്. അത് ബേസിൽ നിന്ന് എത്ര മാറിയിട്ടാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മുടെ y ബാർ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിൾ സെക്ഷൻ്റെ ഏരിയ നമുക്കറിയാം ½ ആണ്. സോ ½ വർക്കൗട്ട് ചെയ്യുമ്പോൾ 4500 mm² എന്ന് കിട്ടും. y1 എന്ന് പറയുന്നത് നമുക്കറിയാം ബേസിൽ നിന്ന് h/3 ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 90 ആണെങ്കിൽ 90/3 30 mm ആയിരിക്കും നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ സെക്ഷൻ്റെ സെൻട്രോയിഡ്. നെക്സ്റ്റ് അതുപോലെ റെക്ടാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. അതുപോലെ അതിൻ്റെ y2 എന്ന് പറയുന്നത് നമ്മൾ ബേസിൽ നിന്നാണ് കൗണ്ട് ചെയ്യുന്നത്. സോ ബേസിൽ നിന്ന് ഇതിൻ്റെ y2 നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി 30/2 + 30. സോ 30 + 30/2 ഇറ്റ് ഈസ് 45 mm എന്ന് കിട്ടും. y ബാർ എന്ന് പറയുന്നത് വിൽ ബി a1 y1 - a2 y2 ഡിവൈഡഡ് ബൈ a1 - a2. സോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 27.7 mm എന്ന് കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് 27.7 mm ഫ്രം ദി ബേസ് ആയിരിക്കും നമ്മുടെ എക്സ് ആക്സിസ് കാണപ്പെടുന്നത്. സോ എബൌട്ട് എക്സ് ആക്സിലാണ് നമ്മൾ moment of inertia കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ എക്സ് ആക്സിസിൽ, അതായത് സെൻട്രോയിഡൽ എക്സ് ആക്സിസിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ moment of inertia എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. BH3/36 ഓർ BDQ/36 എന്താണെന്ന് നമ്മൾ യൂസ് ചെയ്യുക. സോ B എന്ന് പറയുന്നത് ബേസ് ആണ്, D എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, B 100 mm ആണ്, Dക്ക് 90 കൊടുക്കാം. 90³ ഡിവൈഡ് ബൈ 36 ആയിരിക്കും നിങ്ങളുടെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള ഒരു ട്രയാങ്കിളിൻ്റെ moment of inertia. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് നമുക്കറിയാം h/3 ഡിസ്റ്റൻസിലാണെന്ന്. സോ ദാറ്റ് ഈസ് 30 mm. റിസൾട്ടൻറ്റ് സെൻട്രോയിഡ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് വിൽ ബി 30 - 27.7, ദാറ്റ് ഈസ് 2.3 mm ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ അതിൻ്റെ റിസൾട്ടൻറ്റ് സെൻട്രോയിഡൽ എക്സ് ആക്സിസിലുള്ള moment of inertia എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ moment of inertia about സെൻട്രോയിഡ് പ്ലസ് ഏരിയ ഇൻറ്റു h1². ഓക്കെ, സോ moment of inertia of the triangular section about its centroid will be 2025 × 10⁻³ plus area of the triangle into h². h² is the difference between the centroidal axis of the triangular and centroidal axis of the resultant section. Okay, so that will be work out to be 2048.8 × 10⁻³ mm⁴. Similarly, നമ്മൾ സെക്കൻഡ് ഫിഗർ എടുക്കുന്നു, അതായത് റെക്ടാങ്കുലർ പോർഷൻ എടുക്കുന്നു. ആ റെക്ടാങ്കുലർ അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള moment of inertia എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എക്സ് ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആകുമ്പോൾ B × dQ/12 ആണ് അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള moment of inertia. സോ B എന്ന് പറയുന്നത് 20 ആണ്, D എന്ന് പറയുന്നത് 30³ ഡിവൈഡ് ബൈ 12. ഇറ്റ് വർക്ക് ഔട്ട് ടു ബി 45 × 10⁻³ mm⁴. ആൻഡ് അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ബേസിൽ നിന്ന് 30 + 30/2 ദാറ്റ് ഈസ് 45 mm സോ ആ 45 mm ഇതിൻ്റെ റിസൾട്ടൻറ്റ് എക്സ് ആക്സിസ് എത്രയാണ്? 27.7 mm. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 45 - 27.7 mm വർക്ക് ഔട്ട് ടു ബി 17.3 mm. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റെക്ടാങ്കുലർ പോർഷൻ്റെ റിസൾട്ടൻറ്റ് എക്സ് ആക്സിസിലുള്ള moment of inertia കണ്ടുപിടിക്കാൻ പോകുന്നു. സോ പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് IG2 പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കുലർ ഇൻറ്റു അതിൻ്റെ ആക്സിസ് തമ്മിലുള്ള സെപ്പറേഷൻ്റെ സ്ക്വയർ. സോ ദാറ്റ് വാല്യൂ വിൽ ബി 45 × 10⁻³ പ്ലസ് ഏരിയ ഈസ് 600 × 17.3 സ്ക്വയർ വർക്ക് ഔട്ട് ടു ബി 224.6 × 10⁻³ mm⁴. സോ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെയും റെക്ടാങ്കുലർ പോർഷൻ്റെയും moment of inertia about റിസൾട്ടൻ്റ് എക്സ് ആക്സിസ് കണ്ടുപിടിച്ചായിരുന്നു. ഈ ഒരു ട്രയാങ്കുലർ പോർഷനിൽ നിന്നും റെക്ടാങ്കുലർ പോർഷൻ കട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് moment of inertia കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് സബ്ട്രാക്ട് ചെയ്യണം. സോ ആ എക്സ് ആക്സിസിലുള്ള ഈ ട്രയാങ്കുലർ പോർഷൻ്റെ moment of inertiaയിൽ നിന്നും ഈ ഒരു
റെക്ടാങ്കുലർ പോർഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു റിസൾട്ടന്റ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി എക്സ് ആക്സിസ്. Okay, that value work out to be 1824.2 into 10 raised to 3 mm raised to 4. Next നമുക്ക് ചെയ്യേണ്ടത് ഇനി അബൌട്ട് ബി സിയിൽ ഇതേപോലെ തന്നെ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ അബൌട്ട് ബേസ് ബി സിയിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബി ഡി ക്യൂബ് ബൈ 12 ഓർ ബി എച്ച് ക്യൂബ് ബൈ 12 ആണ്. സോ ബി എന്ന് പറയുന്നത് 100 ആണ്, എച്ച് എന്ന് പറയുന്നത് 90 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ അബൌട്ട് ബി സിയിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 6075 ഇൻറ്റു 10 റേസ് ടു 3 mm റേസ് ടു 4 ആയിരിക്കും. ഇനി നമ്മൾ ഈ റെക്ടാങ്കുലർ ഹോളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ബേസ് ബി സി ചെയ്യുന്നു. ഈ റെക്ടാങ്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് പ്ലസ് ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ ആണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, സോ ആദ്യം നമ്മൾ ഈ റെക്ടാങ്കുലറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഇസ് IG2. സോ IG2 വിൽ ബി BD cube by 12 again. So B എന്ന് പറയുന്നത് 20 into 30 cube divided by 12. That work out be 45 into 10 raised to 3 mm raised to 4. And the distance between the centroidal axis and BC will be 30 plus 30 by 2, that is 45 mm. Okay, അങ്ങനെയാണെങ്കിൽ moment of inertia of the rectangular section about base BC എത്രയാണ്? IG2 plus A2 into H2 square. Oh, that is 45 into 10 raised to 3 plus area of the rectangular portion into distance between the centroidal axis of the rectangle and BC, that value square. So work out to be 1260 into 10 raised to 3 mm raised to 4. So next resultant moment of inertia of the whole section about base BC will be moment of inertia of the triangular section minus moment of inertia of the rectangular section about BC. So 6075 into 10 raised to 3 minus 1260 into 10 raised to 3 equal to 4815 into 10 raised to 3 mm raised to 4 എന്ന് കിട്ടുന്നതായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കോമ്പൗണ്ട് ബീം ഈസ് മെയ്ഡ് ബൈ വെൽഡിംഗ് ടു സ്റ്റീൽ പ്ലേറ്റ് 160 mm by 12 mm, one on each flange of an ISLB 300 section as shown in figure 7.20. Find the moment of inertia of the beam section about an axis passing through its center of gravity and parallel to x axis. Take moment of inertia of the ISLB 300 section as x axis as 73.329 into 10 raised to 6 mm raised to 4. So ഈ കാണുന്നതെന്ന് പറയുന്നത് രണ്ട് സെക്ഷന്റെ കോമ്പിനേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ബീമാണ്. സോ ജനറലി ഈ ISLB എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു കാര്യമായിരിക്കും. സോ ഇത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ബീം സെക്ഷന്റെ ഒരു റോൾഡ് ബീം സെക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഐ സെക്ഷൻ, റോൾഡ് ഐ സെക്ഷന്റെ ഒരു വേരിയന്റ് ആണ് ഈ ISLB എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം എന്നാണ് അതിന്റെ മീനിങ്. അതിന്റെ കൂടെ ഒരു വാല്യൂ തന്നിരിക്കുന്നത് 300. അതെന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ ഡെപ്ത് ആണ് കാണിക്കുന്നത്. സോ ISLB 300 എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം ഹാവിംഗ് ഡെപ്ത് 300 എന്നാണ് അതിന്റെ മീനിങ്. സോ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐ സെക്ഷൻ ആണെന്ന് മാത്രം അറിയാം. ഓക്കെ, ഒരു ഐ സെക്ഷന്റെ ടോപ്പിലും ബോട്ടത്തിലും ഒരു പ്ലേറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ലെങ്ത് വൈസിൽ ഇങ്ങനെ പോകുന്നതാണ്. അതിന്റെ ടോപ്പിലും ബോട്ടത്തിലും 160 mm വൈഡും 12 mm തിക്നെസ്സും ഉള്ള പ്ലേറ്റ് ഈ ഒരു ഐ സെക്ഷന്റെ ലെങ്ത്തിൽ ത്രൂ ഔട്ട് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഡേറ്റ തന്നിട്ടുള്ളത് ISLB 300 സെക്ഷൻ, അതായത് ഈ ഒരു റോൾഡ് ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് നമുക്ക് തന്നിട്ടുണ്ട് 73.329 into 10 raised to 6 mm raised to 4. സോ നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദി സ്റ്റീൽ പ്ലേറ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. എത്രയാണ്? 160 into 12, അതാണ് ഏരിയ ഓഫ് ദി സ്റ്റീൽ പ്ലേറ്റ് വരുന്നത്. ആൻഡ് ISLB 300 സെക്ഷന്റെ എക്സ് ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ 73.329 into 10 raised to 6 ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു സെൻട്രൽ എക്സ് ആക്സിസും അല്ലെങ്കിൽ സെൻട്രൽ വൈ ആക്സിസിനും എബൌട്ട് ആയിട്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സിമെട്രിക്കലാണ്. അതായത് ഈ ഒരു ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 300 plus 12 plus 12. സോ 324 ആണ് ടോട്ടൽ ഡെപ്ത് വരുന്നത്. സോ ഈ 324ന്റെ മിഡിൽ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ടോപ്പും ബോട്ടവും സിമിലർ ആയതുകൊണ്ട് അതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡെപ്ത് എന്ന് പറയുന്നത് ടോട്ടൽ 160 ആണ്. 160യുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ 80യിൽ ഒരു ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ആ ആക്സിസിന്റെ ഇപ്പുറത്തും ഇപ്പുറത്ത് സെയിം ആണ്.
സോ അത് സെൻട്രോയിഡൽ വൈ ആക്സിസ് ആയിരിക്കും. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ പോയിന്റ്. ഈ സെൻട്രോയിഡിലുള്ള ഈ ടോട്ടൽ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അതാണ് ഈ 73.329 into 10⁶ mm⁴. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിന്റെയും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു പ്ലേറ്റ് മാത്രം എടുക്കുന്നു. ഈ പ്ലേറ്റിന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എടുക്കുന്നു. സോ ഈ പ്ലേറ്റിന്റെ തന്നെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിലുള്ള അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ റെക്ടാങ്കുലറിന്റെ പോലെ തന്നെ BdQ/12. സോ ഇതിന്റെ ബി എന്ന് പറയുന്നത് 160 into ഡി എന്ന് പറയുന്നത് 12ന്റെ ക്യൂബ് ആണ്. സോ 12 cube divided by 12 വർക്ക്ഔട്ട് ടു ബി 0.023 into 10⁶ mm⁴ എന്ന് കിട്ടും. സോ ഈ ഒരു പ്ലേറ്റിന്റെ അതിന്റെ സെൻട്രോയിഡൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ റിസൾട്ടന്റ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് 324ന്റെ പകുതിയിലാണ്. ഓക്കെ, സോ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഒരു സൈഡിലോട്ട് നമുക്കറിയാം 150 പ്ലസ് ഇതിന്റെ സെൻട്രോയിഡ് എത്രയാണ്? മൊത്തം തിക്നെസ് 12 ആണ്. സോ 12ന്റെ പകുതി 6. സോ 150 പ്ലസ് 6 ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രോയിഡൽ ആക്സിസ്. ദാറ്റ് ഈസ് 156 ആയിരിക്കും ഇത് തമ്മിലുള്ള സെപ്പറേഷൻ. സോ അങ്ങനെയാണെങ്കിൽ പ്ലേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടോട്ടൽ റിസൾട്ടന്റ് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആക്കി മാറ്റാം. സോ അതിനായിട്ട് നമ്മൾ പാരലൽ ആക്സിസ് 0 അപ്ലൈ ചെയ്യുന്നു. സോ IG ഓഫ് ദി പ്ലേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ ആക്സിസ് പ്ലസ് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇൻറ്റു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ് സ്ക്വയർ. So that value will be 0.023 into 10⁶ plus area of the rectangular section into the h value will be the separation between the two axes. 156 square equal to 46.748 into 10⁶ mm⁴ എന്ന് കിട്ടും. സോ നമ്മൾ ചെയ്തത് ഈ ഒരു റെക്ടാങ്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഈ സെൻട്രോയിഡൽ ആക്സിസിൽ മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്ന ഒരു പ്ലേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഇത്. സോ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. സോ ടോട്ടൽ പ്ലേറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ എത്രയാവും? ഇറ്റ് ബിക്കംസ് 2 into 46.748 into 10⁶ mm⁴ ആവും. സോ ഈ രണ്ട് പ്ലേറ്റിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് 2 ടൈംസ് ആയിരിക്കും വരുന്നത്. സോ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം എക്സ് ആക്സിസിൽ തന്നെ ഈ ഒരു സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 73.329 into 10⁶ എന്ന്. സോ ആ വാല്യൂ കൂടെ സം ചെയ്യുന്നതായിരിക്കും ടോട്ടൽ റിസൾട്ടന്റ് എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 73.329 into 10⁶ പ്ലസ് 2 into 46.748 into 10⁶. Total workout to be 166.825 into 10⁶ mm⁴ എന്ന് കിട്ടുന്നതാണ്.